ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിറ്റ്. ഈ കാണുന്നത് നമ്മൾ ഈ പ്രാവശ്യം പയർ കൃഷി ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ പന്തലിലേക്ക് പയർ കയറ്റി വിട്ടിരിക്കുന്നതാണ്. അവിടെ പ്രയോഗിച്ചിരിക്കുന്ന മഞ്ഞക്കെണി, അതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതൊരു ജൈവ കീട നിയന്ത്രണ മാർഗമാണ്. പയർ കൃഷി ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം, പയറിനെ ധാരാളം കീടങ്ങളും അതുപോലെ തന്നെ രോഗങ്ങളൊക്കെ ബാധിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് കീടശല്യം കൂടുതലായിട്ടുള്ളതാണ് ഈ പയർ. അപ്പോൾ പയറിനെ ബാധിക്കുന്ന കീടങ്ങളിൽ നിന്ന് നമുക്കൊരു രക്ഷ തരുന്ന ഒന്നാണ് ഈ മഞ്ഞക്കെണി. ഇതിനകത്ത് നോക്കിക്കേ, ഇതിനകത്ത് കുറേ ഈച്ചകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചാഴി ഉണ്ടെങ്കിൽ ചാഴിയൊക്കെ വന്നിരിക്കും. അതുപോലെ ചാഴിയും അതുപോലെ തന്നെ വെള്ളീച്ച, മുഞ്ഞ, തുള്ളൻ, ഇലപ്പേൻ, ഉള്ളീച്ച, പഴീച്ച, വെള്ളിരിവണ്ട്, മത്തൻവണ്ട്, ഇലച്ചാടി, ഇലതുരപ്പൻ, ഇതെല്ലാം നമുക്ക് ഈ മഞ്ഞ ട്രാപ്പ് ഉപയോഗിച്ചുകൊണ്ട്, യെല്ലോ ട്രാപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അതായത് നമ്മളുടെ പയറിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ പച്ചക്കറിയെ ബാധിക്കുന്ന കീടങ്ങളെ നമുക്ക് ഈ മഞ്ഞക്കെണി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രാപ്പ് ചെയ്യാൻ സാധിക്കും. ഇവരെ നമുക്ക് ഈ കെണിയിൽപ്പെടുത്തി വയ്ക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ പച്ചക്കറി തോട്ടത്തിലും പൂന്തോട്ടത്തിലും അതുപോലെ തന്നെ പഴത്തോട്ടത്തിലൊക്കെ നമുക്ക് ഈ യെല്ലോ ട്രാപ്പ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് കീടങ്ങളെ ഒരു പരിധി വരെ നമുക്ക് ഇതിലൂടെ നിയന്ത്രിക്കാൻ സാധിക്കും. ഈ ട്രാപ്പ് ഞാൻ വാങ്ങിയതാണ്, കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു ഷീറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടുന്നു. ഇതിനകത്ത് പശയുണ്ട്. അപ്പോൾ ഈ യെല്ലോ കളറിലെ കീടങ്ങൾ ആകർഷിതരാകുകയും ഇതിനകത്തേക്ക് വരുമ്പോഴേക്കും ഇതിനകത്ത് ഒട്ടിപ്പിടിക്കുകയും അത് ജീവനില്ലാതെയായി പോവുകയാണ് ചെയ്യുന്നത്. അതായത് വളരെ സൂക്ഷ്മ ശരീരികളും ഉപദ്രവകാരികളുമായ കീടങ്ങളെ നമുക്ക് ഇതിനകത്ത് ട്രാപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്കിതിപ്പോൾ കടയിൽ നിന്ന് മേടിക്കണമെന്നില്ല. അല്ലെങ്കിൽ നമുക്ക് വേറൊരു മെതേഡ് എന്ന് പറയുന്നത് കുപ്പികൾ അല്ലെങ്കിൽ തകിടുകൾ അല്ലെങ്കിൽ ഷീറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് മഞ്ഞ പെയിൻ്റ് അടിച്ചു വെക്കുക. അങ്ങനെ മഞ്ഞ കളർ അടിച്ചതിനകത്തേക്ക് നമുക്ക് ആവണക്കെണ്ണയോ അതുപോലെ തന്നെ ഗ്രീസോ നമുക്ക് പറ്റി കഴിഞ്ഞാൽ അതിനകത്ത് ഇതുപോലുള്ള കീടങ്ങൾ വന്ന് പറ്റിപ്പിടിക്കുകയും അതിന് പിന്നെ അനക്കമുണ്ടാകാതെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ഒരു സൈഡിൽ പയറും അതുപോലെ തന്നെ മറ്റേ സൈഡിൽ വെള്ളിരിയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെള്ളിരിയുടെ വണ്ടുകളൊക്കെ ആണെങ്കിലും നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു മഞ്ഞക്കെണി അവിടെ തൂക്കിയിട്ടുണ്ട്, ഇതുപോലത്തെ ഒരു ഷീറ്റ് തൂക്കിയിട്ടുണ്ട്. ഇത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഞാനിത് ഒന്നും കൂടി വാങ്ങിയതാണ്. ഇത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ രണ്ട് സൈഡിലും സ്റ്റിക്കറാണ്. ആ സ്റ്റിക്കർ നമ്മൾ പൊളിക്കുന്നു. വളരെ ഈസിയാണ് അല്ലേ. 45 രൂപയാണ് എനിക്കിതിനായത്. പക്ഷെ നഷ്ടമല്ല, നമുക്ക് വിഷരഹിതമായ വേറൊന്നും അടിക്കേണ്ട. ഇതിനകത്ത് ട്രാപ്പിൽ കുറേ കീടങ്ങൾ വരും. ഇത് കണ്ടോ, രണ്ട് സൈഡിലെ നമ്മൾ ഇതങ്ങ് പൊളിച്ചു കളഞ്ഞു. അപ്പോൾ രണ്ട് സൈഡ് നല്ല പശയാണ്. ഈ പശയിൽ നമ്മുടെ കീടങ്ങൾ ഒട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഹോളുകളുണ്ട്, നമ്മളിപ്പോൾ വള്ളിയിൽ കെട്ടിയിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ കൃഷി ചെയ്യുന്നതിൻ്റെ മുകളിലായിട്ട്, നമ്മളിപ്പോൾ പന്തലിൻ്റെ മുകളിൽ കെട്ടുന്നു എന്ന്, 1 സെൻറ്റിന് 1 മഞ്ഞക്കെണി എന്ന രീതിയിലാണ് നമ്മളിത് കിട്ടുന്നത്. പക്ഷെ ഇതിപ്പോൾ ഇച്ചിരി അടുത്ത് പോയി, സാരല്ല. അപ്പം അത്രയും കൂടി കീടങ്ങളുടെ കുറവുണ്ടാവും. അപ്പം നമ്മുടെ പയറൊക്കെ ആദ്യമായിട്ട് ആയി തുടങ്ങുന്ന രംഗമാണ്. അപ്പോൾ തന്നെ നമ്മൾ ഇത് പയറാവണതിന് മുമ്പ് തന്നെ ആയി തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ യെല്ലോ ട്രാപ്പ് വെക്കാൻ ശ്രദ്ധിക്കുക. പക്ഷേ കീടങ്ങളൊക്കെ ഒത്തിരി ബാധിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ പാടായിരിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ട്രാപ്പ് വെക്കുക. അങ്ങനെയാണ് ചെറിയ കീടങ്ങളുള്ളപ്പോൾ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് വന്ന് പറ്റിക്കോളും. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ പച്ചമുളക്, ചീനി, അതുപോലെ തന്നെ വഴുതന, തക്കാളി, ഇതിനൊക്കെ വെള്ളീച്ച ധാരാളമായിട്ട് ഉപദ്രവിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ മറ്റുള്ള പല ജൈവകീട നിയന്ത്രണ മാർഗ്ഗങ്ങളും അവലംബിക്കാറുണ്ട്. വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതമൊക്കെ നമുക്ക് തെളിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ തക്കാളിയും അതുപോലെ തന്നെ മുളകൊക്കെ കൃഷി ചെയ്യുന്നിടത്ത് ഇതുപോലത്തെ യെല്ലോ ട്രാപ്പുകൾ വെക്കുക. അപ്പോൾ വെള്ളീച്ച ധാരാളം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമുക്ക് കാണാം, ഇത് നിറച്ച് വെള്ളീച്ച വന്നിരിക്കുന്നത് കാണാം. ഈ മഞ്ഞ കളറിലേക്ക് വെള്ള കളർ മാത്രമായിട്ട് ഇരിക്കുന്നത് കാണാം. അപ്പോൾ ഇനിയിപ്പോൾ തകിടിലൊക്കെയാണ് നമ്മൾ മഞ്ഞ കളർ പറ്റിയിട്ട് ആവണക്കെണ്ണയോ ഗ്രീസൊക്കെ പറ്റുവാണെങ്കിൽ നിറച്ചായി കഴിയുമ്പോൾ നമ്മളങ്ങ് തൂത്ത് കളയുക. വീണ്ടും നമ്മൾ ഗ്രീസോ അല്ലെങ്കിൽ ആവണക്കെണ്ണയോ പറ്റി കഴിയുക. അപ്പോൾ ആ പശമേല് അല്ലെങ്കിൽ ആ എണ്ണമേല് വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ അതിന് ജീവനില്ലാതെ പോവുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടു, ഇത് വലിയ നമ്മുടെ ഷീറ്റല്ല. അപ്പോൾ ഷീറ്റ് ഒത്തിരി മേടിച്ചിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ കുപ്പികളൊക്കെ, ടിന്നുകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ടിന്നുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുപ്പികൾ ഉപയോഗിക്കാം. ഇതിപ്പോൾ മോൻ ഞാൻ പെയിൻറ്റ് മേടിച്ച് വേറെ മഞ്ഞക്കെണ്ണി ഉണ്ടാക്കിയപ്പോൾ ചെയ്തതായിരുന്നു. ഒരു ചെറിയൊരു കുപ്പി എടുത്തിട്ട് അവൻ ചെയ്തതാണ്. അപ്പോൾ നമുക്കറിയാം, മഞ്ഞക്കെണിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറത്തോടുള്ള പ്രാണികളുടെ ആകർഷണം, അതുപോലെ തന്നെ ഇതിനകത്ത് ഒട്ടിപ്പിടിക്കൽ. ഇതാണ് ഈ മഞ്ഞക്കെണിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇതിനകത്തേക്ക് ഇപ്പോൾ ചെറിയ പ്രാണികൾ അതുപോലെ കീടങ്ങളും ആകർഷിക്കപ്പെടുകയും ഇതിനകത്ത് ഒട്ടിപ്പിടിക്കുകയും അവ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്.
നമ്മുടെ പച്ചക്കറികളെ ഒരു പരിധിവരെ നമുക്ക് കീട നിയന്ത്രണ മാർഗമായ ഈ മഞ്ഞക്കെണി ഉപയോഗിച്ച് നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പച്ചക്കറി കൃഷി ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതുപോലുള്ള ഏതെങ്കിലും മഞ്ഞക്കെണികൾ നമ്മുടെ പച്ചക്കറി തോട്ടങ്ങളിൽ സ്ഥാപിക്കുകയും അതുപോലെ ജൈവ കീട നിയന്ത്രണം ഉറപ്പാക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.